ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കോടതിക്ക് പുറത്ത് വെച്ച് അർച്ചനയും വിജയ് ശങ്കറും തമ്മിൽ കരിമലക്കുടിയിലെ കേസിന്റെ കാര്യവും പറഞ്ഞ് വാക്കുതർക്കമാവുകയാണ്. അർച്ചന അപ്പൊ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ആ കരിമലക്കുടിയിലെ പെൺകുട്ടിയെ പോലെ നിങ്ങൾക്കും 2 പെൺമക്കളുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചില്ല. രണ്ടും വേട്ടക്കാരോടൊപ്പം പോവാനായിരുന്നല്ലോ നിങ്ങൾക്ക് ആഗ്രഹം. വക്കീലായ നിങ്ങൾ നിയമപുസ്തകം മാത്രം നോക്കുന്ന സമയത്ത് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകരുത്. നിങ്ങൾക്കും 2 പെൺമക്കളുണ്ട്. പെൺകുട്ടിയോട് നിങ്ങൾ കോടതിയിൽ വെച്ച് അനാവശ്യമായ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി തന്നത്. സമയത്ത് പോലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആലോചിച്ചില്ല. നിങ്ങൾ എത്രയൊക്കെ പോരാടിയാലും ശരി, സത്യം എപ്പോഴും ഇരയുടെ കൂടെ തന്നെയായിരിക്കും. കാരണം എപ്പോഴും പ്രതിക്കൂട്ടിൽ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. അതാണ് കോടതി, അതാണ് നിയമം എന്ന് അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഈ ഇപ്പോഴും ഏതോ ഒരു ദിവാസ്വപ്നത്തിലാണ്, നിനക്കിപ്പോഴും അറിയില്ല കോടതിയിലെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിജയ് ശങ്കർ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. വി കുമാർ വക്കീലപ്പോ അർച്ചനയോട് പറയുന്നുണ്ട്, ആര് ഈ കേസിൽ നിന്നും തോൽക്കാൻ പോകുന്നില്ല, മേഡം തന്നെയായിരിക്കും ഇതിൽ തോൽക്കാൻ പോകുന്നത്. പെൺകുട്ടി എന്തായാലും ഈ കേസ് പിൻവലിച്ചിരിക്കുമെന്ന് ആ വക്കീല് പറയുമ്പോ ദീപ്തി ചൂടാവുകയാണ് രവി വക്കീലിനോട്. നിങ്ങൾ എന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു, താനും തന്റെ വക്കീലും വേണമെങ്കിൽ ഈ കേസിൽ നിന്ന് പിൻവാങ്ങിക്കോ എന്ന് പറയാണ്. പിന്നീട് അർച്ചന ദീപ്തിയോട് പറയുന്നുണ്ട്, നേരും നിറയുമില്ലാത്ത വക്കീലാണ് ഇവര്, ഇവരോടെല്ലാം ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ വാക്കുകൾ കൊണ്ടല്ല അവർക്ക് മറുപടി കൊടുക്കേണ്ടത്, പ്രവൃത്തി കൊണ്ടാണെന്ന് അർച്ചന അങ്ങനെ തീർത്തു പറയാണ്. പിന്നീട് വിജയ് ശങ്കർ അങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ചിന്നു വിജയ് ശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഫോൺ എടുത്തുകൊണ്ട് എന്താണ് മോളെ എന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ ചിന്നു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ, ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ആര്യയെ ഞാൻ കണ്ടിരുന്നു. അവൾ എന്നെ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് വളരെയധികം അപമാനിച്ചു എന്നൊക്കെ പറയാണ്. അങ്ങനെ ചിന്നു എന്താണ് കാര്യമെന്നുള്ളത് വിജയ് ശങ്കറിനോട് തുറന്നു പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വിജയ് ശങ്കർ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചിന്നുവിനൊപ്പം സന്തോഷമാണ് വേണ്ടത്, അവളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് വിചാരിച്ചുകൊണ്ട് വിജയ് ശങ്കർ ചിന്നുവിനോട് പറയുന്നുണ്ട്, നിന്നെ അപമാനിച്ചോ, ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തായാലും ആര്യയോട് ചോദിക്കണം മോളെ, നീ ഇപ്പൊ എവിടെയാണെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അച്ഛാ, ഞാനിപ്പോ കോളേജിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലുണ്ട്, അമ്മ വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് ബസ്സിന് പോവാമെന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുകയാണെന്ന് ചിന്നു പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പൊ പോവണ്ട, അവിടെ തന്നെ നിൽക്ക്, ഞാൻ നിന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അങ്ങനെ ചിന്നുവിനെ വിളിക്കാനായി ആ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അതിനുശേഷം ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് വിജയ് ശങ്കർ നേരെ ചന്ദ്രകാന്തത്തിൽ എത്തുകയാണ്. ചിന്നുവിനെ കണ്ടതും രുക്കുവിനും ചന്ദ്രയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്, ഇവളെ ഇപ്പൊ എന്തിനാണ് വിജയേട്ടൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അവരങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കർ ആര്യയെ വിളിക്കുന്നുണ്ട്, രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് ആര്യ എവിടെയെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട് ആര്യ റൂമിലുണ്ടെന്ന്. അങ്ങനെ ആര്യ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ്. വിജയ് ശങ്കർ എന്നിട്ട് ആര്യയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ ചിന്നുവിനെ കണ്ടിരുന്നോ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആര്യ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വീണ്ടും വിജയ് ശങ്കർ ചോദിക്കുകയാണ്, ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇനിയും ആ കാര്യം തന്നെ പറഞ്ഞ് അച്ഛനെ ബോറടിപ്പിക്കുന്നത്, ചിന്നു എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ്. ചിന്നു അപ്പൊ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, അച്ഛ അത് വിട്ടേക്ക്, ഇനി ഇതൊരു പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിന്നുവിന്റെ വിശ്വാസം പിടിച്ചു പറ്റാനായി വിജയ് ശങ്കർ ഈ പ്രശ്നം അങ്ങനെ വിടാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വീണ്ടും ആര്യയോട് എന്തിനാണ് നീ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയത്, എന്തിനാണ് ചിന്നുവിനെ നീ ഫ്രണ്ട്സിന് മുന്നിൽ അപമാനിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആര്യയാണെങ്കിൽ ഒന്നിനും മറുപടി കൊടുക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ്. ഒടുവിൽ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചിന്നുവിനെ അപമാനിച്ചതിന് നീ ഇവളോട് മാപ്പ് പറയണമെന്ന് പറയാണ്. ചന്ദ്രയും രുക്കും അപ്പൊ പറയുന്നുണ്ട്, ഇതൊരു ചെറിയ പ്രശ്നമല്ലേ, ഇതിന് ആര്യ ചിന്നുവിനോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ആര്യയുടെ ചേച്ചിയിലെ ചിന്നു, അവളെ ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ പാടുവോ, എന്തായാലും ശരി, ആര്യ ചിന്നുവിനോട് മാപ്പ് ചോദിക്കണം, ആര്യ ചിന്നുവിനോട് മാപ്പ് ചോദിക്കുന്ന വിജയ് ശങ്കർ പറയുമ്പോൾ ചിരി പറയുന്നുണ്ട്, ഞാൻ മാപ്പ് ചോദിക്കില്ല, ഇവളോട് എനിക്ക് മാപ്പ് ചോദിക്കാൻ മനസ്സില്ല, ചിഞ്ഞി എത്രയൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇവളോട് മാപ്പ് ചോദിക്കുന്ന പ്രശ്നമില്ലെന്ന് തീർത്ത് അങ്ങനെ പറയാണ് ആര്യ. ഇത് കേട്ട് വിജയ് ശങ്കറിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ആര്യയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ആര്യയുടെ കരണത്തടിക്കുകയാണ് വിജയ് ശങ്കർ. ഇത് കണ്ട് എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചിന്നുവിനെ കണ്ട് ആര്യ പഠിക്കണം, ചിന്നുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള കാര്യം നടന്നിട്ടുണ്ടോ, നല്ല സ്വഭാവമാണ് ചിന്നുന്റേത്, ഇതെല്ലാം കണ്ടു വേണം ആര്യ പഠിക്കേണ്ടത് എന്നൊക്കെ വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്കും രുക്കുവിനും ദേഷ്യം വന്ന് ആര്യയെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. ചിന്നുവിനാണെങ്കിൽ വിജയ് ശങ്കറിന്റെ ആ പ്രവൃത്തി ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. ചിന്നു എന്നിട്ട് വിജയ് ശങ്കറിനോട്, അച്ഛാ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ്. വിജയ് ശങ്കർ അപ്പൊ തന്നെ ചിന്നുവിന്റെ പിന്നാലെ വന്ന്, മോളെ നീ എന്തിനാണ് ഇപ്പൊ പോകുന്നത്, നിനക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇത്രയെല്ലാം ചെയ്തത്, പിന്നെന്താണ് നീ ഇങ്ങനെ എന്നെല്ലാം വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ
ചിന്നു പറയുന്നുണ്ട്, അച്ഛ ഇങ്ങനെ സ്ത്രീകളെ തല്ലുന്ന ഒരാളായിരുന്നോ? എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ ഈ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല അച്ഛ എന്നൊക്കെ ചിന്നു അങ്ങനെ കരഞ്ഞുകൊണ്ട് വിജയ് ശങ്കറിനോട് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചിന്നു പോയതിനു ശേഷം വിജയ് ശങ്കറിനോട് ചന്ദ്ര പോയി ചോദിക്കുന്നുണ്ട്, വിജയേട്ടൻ എന്തിനാണ് ഇവനോടുള്ള സ്നേഹം പിടിച്ചുപറ്റാനായി ആര്യയെ ഒഴിവാക്കുന്നത്? ആര്യയും വിജയേട്ടന്റെ മകൾ തന്നെയല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ചിന്നു വിജയേട്ടനെ വിട്ടിട്ട് പോയില്ലേ? ഇപ്പൊ എത്രയൊക്കെ ആയാലും ശരി, ചിന്നു വിജയേട്ടനെ വിശ്വസിക്കാൻ പോകുന്നില്ല. മോളുടെ മുഖത്തടിച്ചിട്ടാണോ വിജയേട്ടൻ ചിന്നുവിന്റെ സ്നേഹം പ്രതീക്ഷിക്കുന്നത്? ഇതൊന്നും എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിന്നുവിനെ ഒരു ദിവസം വിജയേട്ടൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആര്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഒന്ന് നിർത്ത്, എല്ലാ കാര്യങ്ങളും നിനക്കറിയാവുന്നതല്ലേ? അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനയെ തകർക്കാൻ കിട്ടിയ എന്റെ അടുത്തുള്ള ആയുധം ഞാൻ വെറുതെ കളയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അപ്പോ ഇതെല്ലാം തുടരാനാണോ നിങ്ങളുടെ ഭാവം? നമ്മുടെ മോളെ ചിന്നുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ തല്ലിയതിന് നിങ്ങൾക്ക് ഒരു കുറ്റബോധവുമില്ലേ? പരിപാടി ഇവിടെ നടക്കില്ല വിജയേട്ട. ചിന്നുവിന് വേണ്ടി നിങ്ങളുടെ തല്ലുകൊള്ളേണ്ട ഗതികേട് എനിക്ക് എന്റെ മോൾക്കുമില്ല. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാലോ. ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും ഞാൻ പിന്മാറില്ല. കാര്യത്തിൽ എന്നോട് സഹകരിക്കാൻ കഴിയാത്തവർക്ക് ഇവിടെ നിന്നും പോവാം. വീട്ടിൽ നിന്ന് എന്നേക്കുമായി തന്നെ ഇറങ്ങി പോവാമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ഷോക്കാവുകയാണ്. വിജയേട്ട, ഞാനും എന്റെ മോളും ഇവിടെ നിന്നും ഇറങ്ങി പോവണമെന്നാണ് വിജയേട്ടൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആയോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ തകർന്ന് അങ്ങനെ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ചന്ദ്രൻ എന്നിട്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അർച്ചനയും മോളും കാരണം എനിക്കും എന്റെ മോൾക്കുമാണല്ലോ ദുരിതങ്ങളെല്ലാം കിട്ടുന്നതെന്ന് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് അർച്ചനയും ദീപ്തിയും കൂടി ചായ കുടിക്കാനായി അങ്ങനെ ഒരു കടയിലേക്ക് കയറുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജെ.കെ വരുന്നത്. പിന്നീട് ജെ.കെയും അർച്ചനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ജെ.കെ എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഭവതി എന്താണ് എന്റെ കേസ് എടുക്കാതിരുന്നത്? എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടാണ് കേസ് ഏറ്റെടുക്കുന്നത്. വിജയ് ശങ്കർ അല്ലാതെ ഇവിടെ നല്ലൊരു വക്കീൽ വേറെ ഇല്ലേ? ഇനി വിജയ് ശങ്കറിന്റെ ആളാണോ? നിങ്ങളും പണം മാത്രമാണോ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പണം മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറ്റു കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, അതെനിക്കിഷ്ടമായി. നാളെയെങ്കിലും ഉണ്ടല്ലോ പണത്തെ ആഗ്രഹിക്കാത്ത വക്കീല്. ഒരു വക്കീലിന്റെ പ്രഥമ പരിഗണന പണമാവരുത്, നീതിയായിരിക്കണമെന്നൊക്കെ ജെ.കെ അങ്ങനെ പറയാണ്. പിന്നീട് അർച്ചന ജെ.കെയോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ദീപ്തിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാനായി നിൽക്കുമ്പോൾ ജെ.കെ വീണ്ടും അർച്ചനയെ പിടിച്ചു നിർത്തുകയാണ്. അവധിക്ക് എന്താണ് എന്നോട് ദേഷ്യം? അന്ന് ബാറിന്റെ മുന്നിൽ വെച്ച് എന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് പോയപ്പോ ഞാന് ഭവതിയെ ഒന്ന് തൊട്ടു, ഇതിനാണോ ഈ ദേഷ്യം എല്ലാം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി ഇതെല്ലാം കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ ഇവിടെ ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതോ, ഒന്ന് നിർത്തുവോ എന്നൊക്കെ പറയാണ്. ജെ.കെ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരാളായിട്ടാണോ ഭവതി ഇപ്പോഴും എന്നെ കണ്ടിട്ടുള്ളത്? ഇനിയിപ്പോ ഭവതി എന്റെ കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാലും ഞാൻ ഭവതിക്ക് എന്റെ കേസ് തരുന്നില്ല. വീണ്ടും ഇതുപോലെ നമ്മൾ തമ്മിൽ കാണാതിരിക്കാൻ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജെ.കെ ഒരു ഓട്ടോയും നിർത്തിക്കൊണ്ട് അതിൽ കയറി പോവുകയാണ്. ദീപ്തിയാണെങ്കിൽ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അർച്ചനെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചനയാണെങ്കിൽ ദീപ്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി ദീപ്തി ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞ് കടയിലേക്ക് കയറി പോവുകയാണ്. വീണ്ടും ദീപ്തി അർച്ചനയുടെ പിന്നാലെ പോകുന്നുണ്ട്. അർച്ചനയോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അർച്ചനെ അയാളെ നമ്മുടെ ഓഫീസിൽ വന്ന് കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ. മുകുന്ദൻ ജയിലിൽ കിടന്നപ്പോ ആ CCTV ഫുട്ടേജിലും ഇയാൾ ഉണ്ടായിരുന്നു. അല്ലാതെ ഏതെങ്കിലും രീതിക്ക് നിനക്ക് ഇയാളെ പരിചയമുണ്ടോ? നീയും വക്കീലാണ്, അത് നീ മറക്കണ്ട. സംശയം നീ തീർത്ത് തന്നില്ലെങ്കിൽ നിന്റെ മനസ്സിലുള്ളതെല്ലാം എന്നോട് പറയേണ്ടി വരും. മറ്റെല്ലാം വിട്. ഇപ്പൊ പറഞ്ഞിട്ട് പോയ കാര്യത്തിന് എനിക്ക് ക്ലാരിറ്റി കിട്ടണമെന്ന് തീർത്ത് അങ്ങനെ ദീപ്തി പറയുമ്പോൾ അർച്ചനയാണെങ്കിൽ ആകെ നിസ്സഹായ അവസ്ഥയിൽ ദീപ്തിയോട് എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.